സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരികയാണ് കേട്ടോ. അതേസമയം ശ്രീകാന്ത് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. നീ എപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരിക എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് എപ്പോഴാണ് വരിക, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ ഇന്ന് പറ്റില്ല, എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, 11 o'clock ആവും ഏകദേശം തീരാൻ വേണ്ടിയിട്ട്, നമുക്ക് നാളെ പോകാം എന്നുള്ള കാര്യം പറയുമ്പോൾ ഓരോ ദിവസവും ഞാൻ പുറത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് ഓരോരോ റീസൺസ് പറയാനുണ്ടാകും. ഇതിപ്പോൾ ഒരു പതിവായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ വരാൻ തന്നെ മിഡ് നൈറ്റ് ആകും. ഓ അപ്പോഴേക്കും ഞാൻ നല്ല ഉറക്കമായിരിക്കും, അതുകൊണ്ട് എന്നെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യണ്ട, ഞാൻ ഡോറും തുറന്നില്ല, നീ പുറത്ത് കിടന്നുറങ്ങിയാൽ മതി എന്ന് പറയാനേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. ഫോൺ വെച്ചതിന് ശേഷം ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇന്ന് എന്നെ പുറത്ത് കിടത്തുമെന്നാണല്ലോ തോന്നുന്നത്, എന്തായാലും രേവതി ചേച്ചിയെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണേ. രേവതി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകാന്ത് വിളിക്കുന്നത്. ആ പറ ശ്രീകാന്ത് എന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി എന്നെ രക്ഷിക്കണം, എന്ത് പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി ഇന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും, ഞാൻ വർഷയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു, അവളെന്തോ ദേഷ്യത്തിൽ ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോർ തുറന്നു തരില്ല എന്ന് പറഞ്ഞു. വീണ്ടും രണ്ടുപേരും അടിയായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. ഈ കണക്കിന് പോവാണെങ്കിൽ അവൾ എന്നെ തെരുവ് കിടത്തുന്ന തോന്നുന്നത്. ചേച്ചി ഞാൻ വരുന്ന സമയത്ത് ഫോൺ ചെയ്താൽ ഒന്ന് കതക് തുറന്നു തരണേ എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി നീ വിളിച്ചാൽ മതി, ഞാൻ കതക് തുറന്നു തരാം. അത് മാത്രമല്ല ചേച്ചി, എങ്ങനെയെങ്കിലും വർഷയെ ഒന്ന് സംസാരിച്ചിട്ട് അവളെ സ്വഭാവം ഒന്ന് കൂൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് അവളെ മനസ്സിലാക്കിപ്പിക്കണേ എന്നുള്ള കാര്യം പറയുമ്പോൾ അവളുടെ അടുത്തല്ലേ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വയ്ക്കുകയാണേ. അപ്പോഴേക്കും വർഷയും അങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി ഫുഡ് ഉണ്ടാക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതെ എനിക്ക് വിശക്കുന്നുണ്ട്, ചേച്ചി ഫുഡ് എടുത്ത് വെക്ക്, പിന്നെ ശ്രീകാന്തിനൊന്നും ചെയ്യണ്ട കേട്ടോ. ആ അവൻ വരില്ല എന്നുള്ള കാര്യം പറഞ്ഞു, നീ കതക് തുറന്നു കൊടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും അപ്പോഴേക്കും ചേച്ചിയെ വിളിച്ചത് പറഞ്ഞല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ പുറത്ത് പോകണമെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചേച്ചി എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ വരുന്ന സമയത്ത് ചേച്ചി കതക് തുറന്നു കൊടുക്കൊന്നും വേണ്ട എന്ന് പറയണേ. അവൻ വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നുള്ള കാര്യം പറഞ്ഞു. വെളുപ്പിനെ സച്ചേട്ടനും വരുള്ളൂ, പുറത്ത് ട്രിപ്പ് പോയിരിക്കുകയാണ്. ഓ അപ്പോൾ ചേച്ചി ഇന്ന് ഒറ്റയ്ക്ക് ഉറങ്ങണമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ വർഷേ, അപ്പോൾ ഇന്ന് ഗേൾസ് നൈറ്റ് ആണ്, നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും പടം കാണാം, സിനിമ കാണാം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. കാണാം എന്ന് പറയണേ. എൻ്റെ ടാബിനകത്ത് പുതിയൊരു പ്രേതത്തിൻ്റെ പടം വന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാം എന്ന് പറയണേ. പ്രേതത്തിൻ്റെ പടമോ? അയ്യോ എനിക്ക് പ്രേതത്തിൻ്റെ പടം പേടിയാണ് ചേച്ചി, അത് നല്ല ത്രില്ലിംഗ് ആയിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട, എനിക്കത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പോലും വരില്ല, അതിന് ചേച്ചി ഞാൻ കൂടെയില്ലേ, നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് സിനിമ കാണാം, ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വർഷ പോവാണേ. തുടർന്ന് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പടം കണ്ടുകൊണ്ടിരിക്കുകയാണേ. നമ്മുടെ രേവതിക്കാണെങ്കിൽ പേടിച്ചിട്ട് അയ്യോ വേണ്ട അങ്ങോട്ട് പോരുതെന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ കാണാതെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന സമയത്ത് ചേച്ചി ഇതൊന്ന് നോക്ക് ചേച്ചി, കണ്ടാലല്ലേ ഇതൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധിച്ച് കാണുകയാണേ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒച്ചയുണ്ടാക്കുന്നുണ്ട് കേട്ടോ രേവതി. ചേച്ചി കണ്ണ് തുറന്ന് നോക്ക്, ഇതേ ആ പ്രേത റൂമിനുള്ളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രേതത്തിൻ്റെ പടം പിന്നെ ചേച്ചി അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇതിനെ എങ്ങനെ പേടിക്കുന്നത്, ഇനിയാണ് സീൻ കാണേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കാണിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്ന് പറഞ്ഞ ഒറ്റ ആർപ്പാണ്. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പോയിട്ട് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അയ്യോ പ്രേതം എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കുകയാണേ. ഇതേ തനിയെ ലൈറ്റ് ഓണായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചന്ദ്രമതി അവിടെ നിൽക്കുന്നത് കാണുന്നത്. എന്താണ് രേവതി രാത്രിയിൽ കൂവി വിളിക്കുന്നത്? അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അല്ല ആൻറ്റി ഞങ്ങൾ സിനിമ കാണുമായിരുന്നു. സിനിമ കാണുന്ന നേരമാണോ ഇത്? ചുമ്മാ ഉറക്കം വന്നില്ല അതുകൊണ്ടാണ്. അതിന് ഇങ്ങനെ ഒച്ചയുണ്ടാക്കിയിട്ടാണോ സിനിമ കാണുന്നത്? പ്രേതത്തിന്റെ പടം കണ്ടതാണ് ആൻറ്റി, അതുകൊണ്ടാണ് ചേച്ചി ഒരുപാട് ഭയന്നത്. പ്രേതത്തെ കണ്ടിട്ട് ഇവളെന്തിനാ പേടിക്കുന്നത്? ഇവളൊരു കുട്ടിച്ചാത്തനല്ലേ, ഇവള് പ്രേതത്തിനെ കണ്ട് ഭയപ്പെടുന്നു. അപ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആരാണെന്നുണ്ടെങ്കിലും പേടി ഉണ്ടാവില്ലേ? എന്താ ആൻറ്റിക്ക് പ്രേതം എന്ന് വെച്ചാൽ പേടിയൊന്നുമില്ലേ? നിങ്ങളെപ്പോലെ ചെറിയ കുട്ടികൾ മാത്രമേ ഭയപ്പെടുള്ളൂ, എനിക്ക് പേടിയൊന്നുമില്ല. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ പാതിരാക്കി തനിയെ പോയിട്ട് തനിയെ വരുമായിരുന്നു, ഞാനൊന്നിനും പേടിക്കത്തൊന്നുമില്ല. അങ്ങനെ പ്രേതം വന്നു കഴിഞ്ഞാലും നല്ല കണക്കിനങ്ങ് കൊടുക്കും, അപ്പൊ താഴെ വീഴുമല്ലോ. പ്രേതത്തെ കണ്ടിട്ട് പേടിക്കുന്നത് പോലും, വെറുതെ ഒച്ചപ്പുള്ളിയൊന്നും ഉണ്ടാക്കേണ്ട, പോയി കിടന്നുറങ്ങാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി കുറച്ച് തള്ളൊക്കെ തള്ളിയിട്ട് അവിടെ നിന്ന് പോവാണേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. ആൻറ്റി കുറച്ച് ഓവറായിട്ടാണല്ലേ ചേച്ചി സംസാരിച്ചതെന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ല വർഷേ. എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. പ്രേതത്തിന് പേടിയില്ല എന്നുള്ള കാര്യം പറയുന്നു, അതുപോലത്തെ ചേച്ചിനെ കുട്ടിച്ചാത്തനെന്ന് വിളിച്ചിട്ട് പോയല്ലോ. ഇതിനു മുമ്പ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഒന്നുമല്ല. ആൻറ്റിക്ക് പേടിയില്ല എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്, ഭയം എന്താന്നുള്ള കാര്യം ഞാൻ കാണിച്ചു കൊടുക്കാം. നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്?
അവരെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും രേവതി അയ്യോ വർഷയെ വേണ്ട എന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടേ. അവർ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ, നീയും പോയി കിടന്നുറങ്ങുന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി അവർ കുട്ടിച്ചാത്തൻ എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അവരുടെ മേൽ കുട്ടിച്ചാത്തൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ രേവതി കുറച്ച് ബാക്കിലോട്ട് നിന്നിട്ട് എന്താ വർഷം നീ പറയുന്നത്, നിനക്കെന്താ മന്ത്രവാദം അറിയോ? അതിനെ മാജിക് ഒന്നും അറിയേണ്ട കാര്യമില്ല, കുറച്ച് ടെക്നോളജി അറിഞ്ഞാൽ മതി. പ്രേതത്തിൻ്റെ പടം ഇപ്പം എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ പോയിട്ട് സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. സ്പീക്കർ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇതെന്താ ഒരു ചെറിയൊരു ഇതാണ് കാണിക്കുന്നത്, ഇതെന്താന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, അത് കേൾക്കുമ്പോൾ രേവതിക്ക് പേടിച്ചിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ അത് പിടിക്കുകയാണ്. ചേച്ചി പ്രേതത്തിൻ്റെ പടത്തിനകത്തൊക്കെ നമ്മൾ പ്രേതത്തെ കണ്ട് പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ആണ് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുക. എന്നിട്ട് രേവതിയുടെ കൈയും പിടിച്ചിട്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ചന്ദ്ര കിടക്കുന്ന റൂമിൻ്റെ അരികിലേക്ക്. രേവതി വേണ്ട വേണ്ടെന്ന് നിർബന്ധിച്ചിട്ടൊന്നും വർഷ കേൾക്കുന്നില്ലേ. അങ്ങനെ സിനിമയ്ക്കകത്ത് പ്രേതം വരുന്നതിന് മുമ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, അത് ആദ്യം ഇടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കിടന്നല്ലേ ഉള്ളൂ, ആ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ ഒരു സൗണ്ട്, ഇനി കരയുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇനി ചിരിക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ യക്ഷി ചിരിക്കുന്നത് പോലത്തെ സൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ വേണ്ട, അമ്മ വന്നു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് വർഷ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇതിപ്പോൾ ആരാ ചിരിക്കുന്നതെന്ന് ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉറക്കത്തിൽ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ ചിരിക്കാതെ കിടന്നുറങ്ങ്. അയ്യോ ഇത് രവിയേട്ട ഞാനല്ല, വേറെ എവിടെയോ ശബ്ദം. പക്ഷേ അത് രവിയൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അയ്യോ ഈ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ മരുന്ന് കുടിച്ചിട്ട് ഉറക്കത്തിൽ പിച്ചും പയ്യും പറയുകയാണല്ലോ. ആ ചിരിക്കുന്ന ശബ്ദം നമ്മുടെ ശ്രുതിയും കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങനെ എണീറ്റിട്ട് നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ശ്രുതിയാണോ ചിരിക്കുന്നതെന്ന്. അങ്ങനെ പേടിച്ചിട്ട് ശ്രുതി 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും അറിയുന്നില്ല, നല്ല ഉറക്കമാണ്. ശ്രുതി പേടിച്ചിട്ട് വീണ്ടും ശ്രുതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശ്രുതി പുതപ്പൊക്കെ മാറ്റി വീണ്ടും കിടന്നുറങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് രേവതി പറയുന്നുണ്ട് വേണ്ട വർഷയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ചേച്ചി മിണ്ടാതിരിക്കുക പറഞ്ഞിട്ട് നൈസായിട്ട് ചന്ദ്രേ എന്നുള്ള രീതിയിൽ പ്രേതം വിളിക്കുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കിങ്ങാണ്ട് ചന്ദ്രമതിയുടെ പേര് വിളിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് ചന്ദ്രമതി ആരാന്ന് ചോദിക്കുകയാണേ. അങ്ങനെ വർഷ വീണ്ടും ചന്ദ്രേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ വർഷ കണക്കാക്കുന്നില്ല. അതേ സൗണ്ട് അമ്മേൻ്റെ പേര് ആണല്ലോ വിളിക്കുന്നതെന്ന് ശ്രുതിയും അത് കേട്ടിട്ട് പറയുന്നുണ്ടേ. അങ്ങനെ ആരാന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ചന്ദ്രേ ചന്ദ്രേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. ആരാന്ന് ചോദിക്കുന്നുണ്ട് വീണ്ടും ചന്ദ്ര. അപ്പോഴേക്കും ചന്ദ്രയെന്ന് ഒന്നുകൂടി വിളിച്ചിട്ട് ഇത് എൻ്റെ വീടാണ്. ആരെന്ന് വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഇത് എൻ്റെ വീട്. ഇതെല്ലാം ശ്രുതി അവിടുന്ന് പേടിച്ച് വിറച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇവിടെ ആരോ തൂങ്ങി മരിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ വീണ്ടും വർഷ പറയുന്നുണ്ട് ഇത് എൻ്റെ വീട്. അങ്ങനെ ചന്ദ്രേ ഇത് എൻ്റെ വീടാന്ന് പറയുമ്പോൾ അയ്യോ ഇത് എൻ്റെ വീടാണല്ലോ എന്ന് ചന്ദ്ര പറയാണ്. അപ്പോഴേക്കും ദേഷ്യം പിടിക്കുന്ന രീതിയിൽ ഇത് എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വർഷ. അപ്പോഴേക്കും ചന്ദ്രമതി പേടിച്ചിട്ട് രവിയേട്ട എനിക്ക് ഇതുള്ള കാര്യം പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ രവി പിച്ചുമ്മയും പറയുന്നുണ്ട് നിന്റെ സ്വന്തക്കാരെ നീ പോയി നോക്കുമെന്ന്. വീട് വിട്ട് വെളിയിൽ പോടി എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടൻ്റെ മേന്ന് താഴേക്കൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ചന്ദ്ര. വീട് വിട്ട് വെളിയിൽ പോ. അത് കഴിഞ്ഞ് ചിരിയാണ് കേട്ടോ. വെളിയിൽ പോ എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് വർഷ യക്ഷിയെ പോലെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചിരിക്കുന്നതാണ് അട്ടഹാസത്തോട് കൂടിയിട്ട്. അങ്ങനെ ചന്ദ്രമതി മെല്ലെ പേടിച്ച് വന്നിട്ട് കതക് തുറക്കുകയാണ്. അപ്പോഴേക്കും വർഷയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് ഫ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട് അടുക്കളയിൽ. ചന്ദ്രമതി പുറത്തിറങ്ങിയിട്ട് മൊത്തം നോക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയും സൗണ്ടൊക്കെ പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പുറത്തിറങ്ങുകയാണ്. രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ പേടിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി മെല്ലെ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ചെലങ്കയുടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി കൈ പിടിച്ച് നടക്കുമ്പോഴും ഈ ചെലങ്കയുടെ സൗണ്ട് ഇങ്ങനെ മൊബൈലിനകത്ത് ഇടുന്നുണ്ട്. അയ്യോടാ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. എന്താടാ പുതിയതായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്, ഈ വീട്ടിൽ പ്രേതം ഉണ്ടടാ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയുള്ള സമയത്ത് എങ്ങനെ ഇവിടെ പ്രേതം വരിക. അപ്പോഴേക്കും ശ്രുതിയെ നല്ല അടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അമ്മ ധൈര്യമുള്ള ആളല്ലേ, അമ്മ ഉള്ള സമയത്ത് എങ്ങനെയാ പ്രേതമൊക്കെ ഇങ്ങോട്ട് വരിക അതാ ഞാൻ ചോദിച്ചത്, എനിക്ക് തന്നെ ആകെ പേടിയാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ വീണ്ടും ഇത് എൻ്റെ വീട് യക്ഷിയെ പോലെ ചിരിക്കുകയും ദിസ് ഇസ് മൈ ഹൗസ് എന്ന് പറയണേ വർഷ. നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോഴേക്കും വർഷ മതി എന്ന് പറഞ്ഞിട്ട് രേവതി ചെന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്യുകയാണേ. ലൈറ്റ് ഓൺ ആക്കുമ്പോഴേക്കും ചന്ദ്രമതി അതുപോലെ ശ്രുതിയും പേടിക്കുന്നുണ്ട്. രേവതി കൊണ്ടുപോയിട്ട് വെള്ളം കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും പേടിച്ച് ഭയങ്കര കുടിയാണ്. പുറകുന്ന് വർഷ ഫുള്ള് ചിരിച്ച് വരികയാണ്. അങ്ങനെ വർഷ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആൻറ്റിക്ക് പേടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിച്ചല്ലോ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ പണിയാണോ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിങ്ങളെന്താ കളിക്കുവാണോ? എടി നിന്റെ പണി
പണിയാണോ ഇതെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും ആൻറ്റി എന്തിനാ ചേച്ചിയെ ചീത്ത വിളിക്കുന്നത്, ഇതെല്ലാം എൻ്റെ പണിയാണ്, ഞാൻ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. ഇത് നിനക്ക് ഫണ്ണാണല്ലേ, കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഹാർട്ടൊക്കെ വരുമായിരുന്നു എന്ന് ശ്രുതി പറയണേ. നിന്നെ ചീത്ത പറഞ്ഞു പോയതിന് നീ ഇവളെ എരിപിരി കയറ്റി ചെയ്യിപ്പിച്ചതാണല്ലേ എന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആൻറ്റി ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ പണിയാന്നുള്ള കാര്യം, ആൻറ്റിക്ക് ഇപ്പോൾ പേടി വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വർഷ ഭയങ്കര ചിരിയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ രേവതിയെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ അമ്മ കാണിച്ചിട്ട് പോയത്, ഇനി അതിനും കൂടി ചേർന്നിട്ട് രാവിലെ എനിക്ക് ചീത്ത വിളിക്ക് കേൾക്കുന്നുള്ള കാര്യം പറയുമ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം ചേച്ചി. ഇപ്പോൾ നമ്മുടെ മേലുള്ള ഭയത്തിൻ്റെ പേരിൽ നമ്മുടെ വഴിക്ക് വരത്തേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചും കൊണ്ട് അവിടെ നിന്ന് വർഷ പോവാണ് കേട്ടോ.